ഗൈസ്, ഇന്ന് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയില്ലേ, കുറച്ച് തിരക്കായി പോയി. വെളുപ്പിന് ഏകദേശം 3-3:30 മണി ആയിട്ടുണ്ടാവും കേട്ടോ. നേരെ പോയത് ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഈ സെറ്റ് സാരിയും മുണ്ടൊക്കെ കാണുമ്പോൾ തന്നെ കാര്യം മനസ്സിലായി കാണൂല്ലേ? അതെ, ക്ഷേത്ര ദർശനം തന്നെയാണ്. കുറെ ദിവസം കൊണ്ട് പറഞ്ഞു വെച്ച ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ പോകുന്നത്. ഈ ബോർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും എവിടേക്കാണ് ഞങ്ങളുടെ യാത്ര എന്ന്. അതെ, കണ്ണൂര് പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കണ്ണൂര് ട്രെയിൻ ഇറങ്ങി പറശ്ശിനിക്കടവിലേക്ക് ബസ്സിനാണ് പോകുന്നത്. ഹോളിഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഉള്ളിലേക്ക് മൊബൈൽ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഉള്ളിലെ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഇതാ മുത്തപ്പന്റെ വെള്ളാട്ടൊക്കെ കണ്ട് തൊഴുതിറങ്ങിയിരിക്കുകയാണേ. പുലർച്ചയ്ക്ക് തിരക്കിട്ട് ഉടുത്തോണ്ടാണെന്ന് തോന്നുന്നു. തൊഴുതിറങ്ങിയപ്പോഴേക്ക് ഉടുത്ത സാരിക്കൊക്കെ ആകെ ഒരു ചാഞ്ചാട്ടം. സോറി, ഇത് സാരിയല്ല, വേഷ്ടി മുണ്ടുവാണേ. എപ്പോഴെങ്കിലും കറുത്ത ബ്ലൗസ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ. ഇന്നാണെന്ന് സാധിച്ചത്. കൊള്ളാല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ചേച്ചിയുടെയാണ്. തൊഴുതിറങ്ങിയതിന് ശേഷം പുറത്തുനിന്ന് ഞങ്ങൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ. അതിനുശേഷം വീട്ടിലേക്ക് കുറച്ച് പലഹാരമൊക്കെ മേടിച്ച് ചായ കുടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. എല്ലാവരും വെള്ളയപ്പാണ് കേട്ടോ കഴിച്ചത്. കടകളുടെ ഭംഗി ആസ്വദിച്ച് മാത്രം മുന്നോട്ട് നീങ്ങാൻ ഞങ്ങൾക്ക് എന്തായാലും പറ്റിയില്ല. അതുകൊണ്ട് എല്ലാ കടകളിലും കയറി നിറങ്ങിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്നിട്ട് എന്തൊക്കെ മേടിച്ചു എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഒന്നും മേടിച്ചില്ല. ബസ് ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടക്കുന്നതിന്റെ ഇടയിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടത്. കണ്ണൂർ വന്നിട്ട് കോക്ടെയിൽ ട്രൈ ചെയ്യാതെ എങ്ങനെയാണല്ലേ പോവുക? അപ്പോഴേക്കും ഞാനൊരു വഴിക്കും എന്റെ സാരി ഒരു വഴിക്കും ആയിട്ടുണ്ടായിരുന്നു. ഒന്നും പറയാനില്ല, കോക്ടെയിൽ അടിപൊളിയായിരുന്നു കേട്ടോ. നാട് പിടിക്കുമ്പോഴേക്ക് നാട് പിടിക്കുമ്പോഴേക്ക് സമയം ഏകദേശം 4 മണി ആയിട്ടുണ്ടായിരുന്നു. അതെ, പിന്നെ എന്റെ മൂക്കടപ്പ് ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മൂക്കടഞ്ഞ് സംസാരിക്കുന്നത്. മാമനോടൊന്നും തോന്നല്ലേ. അങ്ങനെ നാട്ടിലെത്തി വയറ് നിറച്ച് ഫുഡും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നേ. അപ്പോ ടാറ്റാ.